കുവൈറ്റിൽ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തി ഇറാൻ. കുവൈറ്റിലെ നാഷണൽ ഗാർഡ് സൈറ്റിലാണ് ആക്രമണമുണ്ടായത്. ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല. ആക്രമണത്തിൽ താവളത്തിനും സൈനിക സാമഗ്രികൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സ്ഫോടനത്തിന് പിന്നാലെ എമർജൻസി ടീമുകൾ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി. രാജ്യത്തിന്റെ സുപ്രധാന താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ശത്രു നീക്കങ്ങളെ നേരിടുന്നതിനും നാഷണൽ ഗാർഡ് സർവ്വസജ്ജമാണെന്ന് ബ്രിഗേഡിയർ ജനറൽ ജദാൻ ഫാദൽ വ്യക്തമാക്കി. രാജ്യത്തിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്ലാമാബാദിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് കുവൈറ്റിന് നേരെ ഡ്രോൺ ആക്രമണമുണ്ടായത്. കുവൈറ്റിൽ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാൻ. കുവൈറ്റിലെ നാഷണൽ ഗാർഡ് സൈറ്റിലൊക്കെയാണ് ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തിയതായി പുറത്തുവരുന്ന വിവരങ്ങൾ. ആളപായമൊന്നും എന്തായാലും ഈ ഒരു ആക്രമണത്തിൽ സംഭവിച്ചിട്ടില്ല. ആക്രമണത്തിൽ താവളത്തിനും സൈനിക സാമഗ്രികൾക്കും ഒക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും സ്ഫോടനത്തിന് പിന്നാലെ എമർജൻസി ടീമുകൾ സ്ഥലത്തെത്തി സ്ഥിതിഗതികളൊക്കെ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ സുപ്രധാന താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ശത്രു നീക്കങ്ങളെയൊക്കെ നേരിടുന്നതിനും നാഷണൽ ഗാർഡ് സർവ്വസജ്ജമാണ് എന്ന് ബ്രിഗേഡിയർ ജനറൽ ജദാൻ ഫാദൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും രാജ്യത്തിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇസ്ലാമാബാദിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ കുവൈറ്റിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ആക്രമണത്തിൽ ആർക്കും തന്നെ യാതൊരു ആളപായവും സംഭവിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ഇറാൻ വീണ്ടും കുവൈറ്റിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ്. കുവൈറ്റിലെ നാഷണൽ ഗാർഡ് സൈറ്റിലാണ് ആക്രമണം ഉണ്ടായത്.